ഓൽബർപ്പിച്ചല് തിന്നാൻ കൊടുത്ത് മുഴുവൻ ഇവിടെ തന്നെ ഒഴിവാക്കി പോയിക്കേ. അയ്യമ്മയിലെ കുട്ടികളുടെ ബോംബിടാ ഇട്ട ബോംബ് എന്താ തിരയിക്ക ഇത് കൊണ്ടേയിടാ. അതന്നെ ഞാനും പറഞ്ഞത്. മണിമിലിട്ടി ഞാൻ ഊരണ്ടാന്നുണ്ടെ ഇത് കൊണ്ടുപോ. നമ്മളെ പേരിൽ ഞാൻ പരിപാടി വെക്കാനേ നിർത്തി. ഇത് മുട്ടേ ഈ കുടുംബത്തേക്ക് തന്നെ കയറ്റാൻ പറ്റൂലത്. കുഞ്ഞാപ്പോ എല്ലായിടത്തും മച്ചമാരായിക്കളത്. നീ വളപ്പിലെന്നത് കാണാൻ പാടില്ല. എന്താ കുഞ്ഞാപ്പോ അത്? എത്ര ഞങ്ങളെ പെരീത്തെ കാര്യം നോക്കണേ. കൊറേ നേരമായല്ലോ ഓൻ ആ പൊതിയിട്ട് നടക്കണു. കോന്റെ ചോറച്ച് കൊടുക്കണ്ടോ? എത്താ നിക്കണവിടെ. എത്തന്റെ തൊടു കിട്ടിച്ച് എന്തോ ഞാപ്പോ എത്ത പമ്പൈസോ ഇന്റെ തൊടുക്കാച്ചിട്ട ഇത് കാഞ്ഞി തിരിഞ്ഞെടുത്തേക്കല്ലേ വന്നോ? ഇപ്പൊ കുളിക്ക ചീത്തറിയാ ഓന്റെ കോടല് ഞാൻ എടുക്കും. ഞാൻ പോയി എടുക്കേ. അന്നോട് ഞാൻ ഒഴിവാക്കാനല്ലേ പറഞ്ഞപ്പെടുന്നേ. അയൽവാസികളൊക്കെ പുറത്തേക്ക് ഇറക്കിക്കല്ലേ. അതിന് ഞാൻ എന്നോട് ആ ഫർണസ് പറഞ്ഞ മിസിലിട്ട് കത്തിച്ചാലേ പറഞ്ഞേ. എന്നിട്ട് വേണം ഫംഗസ് മാതിരി പേട്ട ചുറ്റോടെ 4 മണക്കാരില്ല. അത് കൊടുത്ത് ഫിറ്റ് ചെയ്ത് അന്ന് ഇന്നോട് അൻസാർ പറഞ്ഞാണ് അത് എന്തിട്ട് കത്തിച്ചാലും മണക്കൂലാണ്. എനിക്ക് അങ്ങനെ സംശയം അൻസാറാണ് വിളിച്ചേ. എവിടെട്ടാ സമാച്ചാറ എത്തവിടെ നോക്കിക്കോ. ഇങ്ങോട്ട് വരിയായി അതിനോട് കാര്യം ചോദിച്ചാണ്ട് ഇജിന്റെ കുടലെടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് ബാ. എന്നോട് ഞാൻ അൻസാറ ഒന്നുകൂടെ വന്നാ ആ മിസിൽ എന്തൊക്കെയായിട്ട് കത്തിച്ചാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞു കൊടുത്താ കാണിച്ചു തരാം. ഇതിക്ക് പമ്പൈസിട്ടൂടെ പിന്നെ കൊന്നിട്ടാ ഇതിക്ക് കാണിക്കൂ. കണ്ടജി നമ്മളെ വീട്ടിലുള്ള ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയ തുണികള് കാര്യങ്ങളും ഒക്കെ തീക്ക കൊടുത്തിട്ടാ എന്തും കത്തിച്ച് നാസാകാം. അത് അതിന്റെ തുണിയല്ലേ കരിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത തുണി എടുക്കേ. ഇത് ഇഗ്നസിന്റെ ഫർണസ് ആണ്. നമുക്ക് ഇതിനകത്ത് എന്ത് വേസ്റ്റ് വീട്ടിലെ ഹരിതകർമ്മസേന ഉണ്ടാകാത്ത ഏത് വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും. ഇതിൽ വലിയ പറയണത് എന്താണോ, ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞാല് സ്മെല്ല് പുറത്ത് കരുവൂലെന്നാണ്. അത് നോക്കല്ല നമുക്ക്. അങ്ങനെ സംബോധന ഇല്ല കേട്ടോ. കണ്ടോ മുടി വരെ ഇട്ട് നമുക്ക് കത്തിച്ച മണം വരൂല. നമ്മൾ ആ മുളകും മുടിയൊക്കെ ഇതിക്കിടാൻ കാരണം എന്താണോ, ഇതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രല്ല ഇതിക്ക് പച്ച സാധനങ്ങൾ വരെ ഇട്ട കത്തുന്ന അവര് പറയണത്. ആ ശരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയൊക്കെ ആൾക്കാർക്ക് കിട്ടുക എന്നുള്ളത് പറഞ്ഞു. ഇത് ഈ താഴെ കാണിച്ച നമ്പറിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധനം സൈറ്റിൽ കൊണ്ടുവന്ന് സാധനം തരും. സാധനം സൈറ്റിൽ കൊണ്ടുവന്ന് തന്നതിന് ശേഷം മാത്രമേ പേയ്മെന്റ് മേടിക്കുള്ളൂ. അഡ്വാൻസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ ചെയ്യാം. ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട്. ഇത് അപ്പൊ നമ്മളെ വീട്ടിലുള്ള ഹരിതകർമ്മസേന കൊണ്ടുപോകാത്ത എല്ലാ വേസ്റ്റുകളും കത്തിച്ച് ക്ലീൻ ആക്കണം. എന്നാ ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളി. നമ്മളെ ഇഗ്നസ് ഫർണസിന്റെ താഴെ കാണുന്ന ഈ നമ്പർക്ക് വീട്ടുകോല് സാധനം എത്തിച്ച്. അപ്പൊ ഇനി നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് കിടക്കട്ടെ.